എന്നിട്ട് അവിടെ മഴയുണ്ടോ? ഇവിടെ മഴയുണ്ട് മാഡം. മഴയുണ്ടല്ലേ? ഓക്കെ. Good afternoon. Good afternoon, teacher. Good afternoon, everyone. എല്ലാവരും ഒന്ന് എത്തിക്കോട്ടെ കേട്ടോ. Good afternoon, Steffi. Good afternoon, Naufal, Khadija. We have also good afternoon. Jogimor, good afternoon. Good afternoon, Surya. Good afternoon, Arya. Good afternoon, teacher. Good afternoon, Nitya. Good afternoon, bro. Susmita and Kwini. നമുക്കിനെ സ്റ്റാർട്ട് ചെയ്യാം. Let us start. Abbas. Okay. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും നാളെടുത്ത പ്രൊനൗൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? പ്രൊനൗൺസിന്റെ എല്ലാ കാറ്റഗറീസും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? 8 കാറ്റഗറീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അതിന്റെ ആൻസറും തരാം ഞാൻ. അതിനുശേഷം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്തതിന് ശേഷം ഞാൻ എഴുതിയ ആ ആൻസർ ഇവിടെ തരും. അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക.
ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചു. 10 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് കൊടുക്കുക. അപ്പൊ എല്ലാവരും ക്ലാസ് ടെസ്റ്റിന് റെഡി അല്ലേ? അതൊക്കെ റെഡി ഫോർ ക്ലാസ് ടെസ്റ്റ്? ഓക്കെ. അപ്പൊ എല്ലാവരും പോയിട്ട് വേഗം പോയി ഒരു പേന, ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അത്, അല്ല എങ്കിൽ എന്ത് ചെയ്യാ, വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? പേനയോ ബുക്കോ എന്താണ് പേപ്പറോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യാ, അത് എടുത്തിട്ട് വരിക. എന്നിട്ട് റെഡി ആണെങ്കിൽ വി ആർ റെഡി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുക. യെസ്, വി ആർ റെഡി. ഓരോ മാർക്ക് വെച്ചാണ്. each questions carry 1 mark. The first question and നിങ്ങള് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരെ, 5th question അല്ലെ? All of you attempt that question. You write only the answer in your paper. അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തതിനു ശേഷം കഴിഞ്ഞുവെങ്കിൽ എന്നോട് പറയുക. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നില്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാൻ പറ്റണില്ലേ? ഫിനിഷ് ചെയ്തു. അതൊക്കെ എത്ര പേരാണ് ഫിനിഷ് ചെയ്തതെന്ന് വെച്ചാല് മെസ്സേജ് ഇടുക. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ജോലി ഫിനിഷ്.
നെക്സ്റ്റ് തരാം കേട്ടോ റിൻസി. നെക്സ്റ്റ് തരാം. പ്രോസസ് ഫിനിഷ്. Make finished. Okay, then yeah. Khadija. Okay. Sixth കഴിഞ്ഞോ? Sixth question ആൻസർ ചെയ്ത് കഴിഞ്ഞോ? Sixth മിസ് സിക്സ്തും സെവൻതും കാണാൻ പറ്റണില്ല. കാണില്ലേ? കാണാൻ പറ്റണില്ലേ? സിക്സ്ത് സെവൻത്തും? ഇപ്പൊ കാണാം മിസ്സേ. സിക്സ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയണേ. ടെൻത്ത് ഫുള്ളായി കാണുന്നില്ല മാം. എന്താ? 10th ഫുള്ളായി കാണുന്നില്ല, ഓപ്ഷൻസ് കാണുന്നില്ല. 10th അല്ലേ? സിക്സ്ത് കഴിഞ്ഞോന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് 10th തരാൻ. സിക്സ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു മാം. എല്ലാവരെയും കഴിഞ്ഞോ സിക്സ്ത്? ഓക്കെ. ഇപ്പൊ 10th കാണാൻ പറ്റണില്ലേ? യെസ് മാം.
കഴിഞ്ഞോ? കഴിഞ്ഞു അല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല, ഒന്നോടെ വെക്കാമോ? ആ വെക്കാലോ. കണ്ടോ? ഓക്കെ മിസ്, കാണാം. കഴിഞ്ഞോ? 10 ക്വസ്റ്റ്യനും കഴിഞ്ഞോ? 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞോ? ഇനിയുള്ള കുട്ടികളോ? ക്വസ്റ്റ്യൻ എഴുതണോ? വേണ്ട കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആൻസർ മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതെ അതെ, നിങ്ങൾ ക്വസ്റ്റ്യൻസും കൂടി എഴുതണോ ഇരുന്ന്? അതാണോ വൈകണേ? ക്വസ്റ്റ്യൻസ് എഴുതണ്ട കേട്ടോ, ആൻസർ മാത്രം മതി. അപ്പൊ ഞാൻ ആൻസർ തരട്ടെ? ആൻസർ ഇതാണ്. നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യുക, എന്നിട്ട് ശരിയെങ്കിൽ 1 മാർക്ക് അവിടെ കൊടുക്കുക. അതിനുശേഷം ടോട്ടൽ മാർക്സ് എന്നോട് പറയുക. ക്വസ്റ്റ്യൻ ഒന്നും കൂടി കാണിച്ചു തരുമോ? കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴല്ലേ ജോയിൻ ചെയ്ത നിഷിത? ആ കാണിച്ചു തരാം കേട്ടോ. എന്താ വൈകി ചെയ്തത്? വൈകി ജോയിൻ ചെയ്തത് എന്താ? വൈകി പോയത് എന്താ നിഷിത? മിസ്സേ, മോനിക്ക് വയ്യായിരുന്നു, ലൂസ് മോഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു, അതാ. അതെ അല്ലെ? മേഘ അമർ 9, മേഘക്ക് 8, സുസ്മിത സിജു 9. ഞാൻ 2-1 മാർക്ക് കാണാതെ പോയിട്ടോ, അതൊന്നും കൂടി ഒന്ന് കാണിച്ചു തരണേ. നിത്യ അയ്യപ്പ 8, ഷെഫി 9.
ധന്യ കണ്ണൻ 6. ഏതൊക്കെയാണ് ധന്യ തെറ്റിപ്പോയത്? ധന്യ ഏതൊക്കെ തെറ്റിയത്? 3-ാമത്തെയും 6, 7, 10. 6, 7, 10 4 എല്ലാവരും ചെയ്തല്ലോ. 3-ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാം? നോക്കാട്ടോ. Dash owns a house down the street. ഓക്കെ മാം. അത് ദേ ആന്നാണ് എഴുതിപ്പോയത്. എസ് വരുമ്പോ എസ് ശ്രദ്ധിച്ചില്ലേ? ഓൺസ് അല്ലെ? എസ് ശ്രദ്ധിക്കണം, അപ്പോഴല്ലേ അതിന്റെ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ആൻസറ് ക്വസ്റ്റ്യൻ കാണണോന്ന് പറയാൻ നിഷിത കണ്ടോളൂ കേട്ടോ ക്വസ്റ്റ്യൻ. ആ മിസ് നോക്കുന്നുണ്ട്. ആ 4-ാമത്തൊന്ന് പറഞ്ഞു തരൂ. റീറൈറ്റ് ദ സെന്റൻസ് Rewrite the sentence after using suitable possessive pronoun. Possessive pronoun വെച്ചിട്ട് എഴുതാനുള്ളത്. ഓണർഷിപ്പ് വരുന്നത് വെച്ചിട്ട്. ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ നിഷിത. വേഗം ആവട്ടെ കേട്ടോ. മിസ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയോ? ടൈം പോവോ? ആ ടൈം പോകും. അപ്പോ ഞാൻ വേണമെങ്കിൽ അത് പിന്നെ തരാം. നിഷിത വിശദമായിട്ട് നോക്കിക്കോളൂ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ തരും ഇത് എന്തായാലും കേട്ടോ. അപ്പോ ഇത്രയും പേര് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും പേരാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും മാർക്കുകളാണ്. ഇത്രയും പേരുള്ളോ? ആണോ? നമ്മൾ ഈ ഇതിലുള്ള എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ പറയും ശരിയല്ലേ റൻസി? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ബാക്കിയുള്ളവർക്ക് അവിടെ പോയി. അപ്പോ ഈ ക്വസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? എന്ത് തോന്നി ക്വസ്റ്റ്യൻ കണ്ടിട്ട്? എളുപ്പമാണെന്ന് തോന്നിയോ? ഇല്ല അല്ലെ? അത്രക്ക് എളുപ്പമൊന്നും തോന്നിയില്ല അല്ലെ?
അപ്പൊ നമ്മൾ എന്ത് വേണം, നന്നായിട്ട് വായിച്ചു നോക്കി. സൂസൻ എളുപ്പമായിരുന്നു അല്ലെ? നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഈസി ആണെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ. അപ്പോ ഓക്കെ, നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറയണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് യൂസസ് ഓഫ് വെർബ്സ് പഠിച്ചു അല്ലെ? ഏതൊക്കെ തരത്തിലാണ് നമ്മൾക്ക് വെർബ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നത് അല്ലെ? അതിൽ കുറേ വെർബ്സ്, ഡു, ഡസ്, ഹാവ്, ഹാഡ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബി എന്ന് പറയുന്ന വെർബിന്റെ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബി? ഖദീജ? ചെയ്യും അങ്ങനെ വരുന്ന, അങ്ങനല്ല മാം. വിൽ ബി അങ്ങനെ വരുമ്പോ ആയിരിക്കുക. യെസ്, ആയിരിക്കുക അല്ലെ? ആയിരിക്കുക അല്ലെങ്കിൽ ആകും എന്നൊക്കെ പറയൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതാണ് ചേർക്കുന്നത്? ബി അല്ലെ? ബി എന്ന് അതിന് ഉണ്ടായിരിക്കുക, അതൊക്കെ ബി എന്നൊരു ഫോം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബിയെ നമുക്ക് ഇറഗുലർ വെർബ് എന്ന് നമുക്ക് വിളിക്കാം. ഇറഗുലർ വെർബ്, it is known as irregular verb. That is because its present, past and participle forms are very different. Entirely different forms are forms seen in the present tense and past tense and past participles. അപ്പോ ഈ പറയുന്ന 3 വിഭാഗത്തിലും ഈ 3 സെക്ടേഴ്സ് അല്ലെ? ദീസ് 3 സെക്ടേഴ്സിൽ വരുമ്പോൾ ഇവയുടെ എല്ലാം എന്താണ് ബിയുടെ ഫോംസ് അല്ലെ? ഈ ഫോംസ് എന്ന് പറയുന്നത് ദാറ്റ് ഫോംസ് ആർ എൻറ്റയർലി ഡിഫറെന്റ് അല്ലെ? എല്ലാം എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അതായത് in the present tense the B's form is are, am. And the past tense it is was and were, was and were. And the past participle form, the past participle forms is a be, is a been. The past participle state it will be changed as been. അത് എന്തായിട്ട് മാറുന്നു? ബീൻ ആയിട്ട് മാറുന്നു. അപ്പോ ഓരോ ടെൻസസിലും അല്ലെ? V1 and V2 and V3 അല്ലെ? ദീസ് സ്റ്റേജസ് അല്ലെ? ഈ സ്റ്റേജസ് എന്നാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെ? We have take these stages, we can see that these are irregular verb because the present and past and participle forms are entirely different അല്ലെ? അതെല്ലാം entirely different ആയിരിക്കും. എന്നാൽ റെഗുലർ ആയിട്ടുള്ള വെർബ് എന്തായിരിക്കണം എന്ന് അറിയേണ്ടതില്ലേ? Is it necessary? Have any necessary to know about what is regular verb? ഞാൻ ചോദിക്കുന്നതിന് എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? എന്താ എല്ലാവരും ഇങ്ങനെ? നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ട് പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം, അത് നിർബന്ധമാണ്. നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കിത് നിങ്ങളോട് ഇത് പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ have you any doubt in this portion? Why is the B's are including irregular verb? Have you any doubts in that portion? Okay. മിസ്സേ, റെഗുലർ വെർബ് എന്താന്ന് പറയോ? Yes, regular verb. സുസമ്മ, ഞാൻ ഈ ബി ഫോംസിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ബി ഫോമിനെ കുറിച്ച് മനസ്സിലായത്? ബി എന്ന് പറയുന്നതിന്റെ അർത്ഥം ആയിരിക്കുക, ഉണ്ടായിരിക്കുക എന്നാണ്. അതിന് ഓരോ ടെൻസിലും വ്യത്യസ്ത ഫോമുകൾ ഉള്ളത്.
പ്രസന്റ് ടെൻസിൽ നമ്മൾ ഈസ്, ആർ, ആം ഉപയോഗിക്കുന്നു. പാസ്റ്റ് ടെൻസിൽ വാസ്, വേറ്. ഫ്യൂച്ചർ ടെൻസിൽ വില്ല്, ഷാല്. പ്രസന്റ് പാർട്ടിസിപ്പിളിൽ നമ്മൾ ബീയിങ് ഉപയോഗിക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ ബീന്. ബീൻ അല്ലേ? ആ. അപ്പോ ഇത്രയും ഫോംസ് ഒക്കെയാണ് നമ്മൾ അതില് ഉപയോഗിക്കുന്നത്. വില്ല്, ഷാലൊക്കെ മോഡൽസിലേക്ക് വരുന്നതാണ്. വില്ല്, ഷാലൊക്കെ വരുന്നതാണ് കേട്ടോ ഓക്സിലറീസില്. ഷാലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയണില്ല. ബീയിങ് ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ പറയാം അല്ലെ? അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈ 3 ഫോംസ് ഒക്കെ നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ബി എ ഇറഗുലർ എന്ന് പറയുന്നത്. പക്ഷേ റെഗുലർ വെർബ് എന്ന് പറയുമ്പോൾ എന്താണ്? B1 and B2 and B3 all are same അല്ലെ? walked, walked and walked അല്ലെ? അതിൽ നിന്ന് എന്ത് വരുന്നില്ല? വലിയ വ്യത്യാസം എന്തെങ്കിലും റെഗുലർ വെർബിൽ സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വാക്ക് എന്താവുന്നു? നടന്നു, നടന്നു എന്നുള്ള അല്ലെ? ആ ഒരു ഇതിലേക്കാണ് എന്ത് വരുന്നത്? ഈ വേർഡ് വരുന്നത്. ചില ഇറഗുലർ വെർബില് ഈറ്റ്, ate, eaten ആ രീതിയിലേക്ക് മാറുന്നു അല്ലെ? സിംഗ്, സിംഗ് എന്താ വരുന്നത്? സിംഗിന്റെ V2 എന്താണ്? സിംഗോ എന്താണ്? സിംഗ്, സാങ്, സങ്. സിംഗ്, സാങ്, സങ് അല്ലെ? ഒരു ചൈന പേര് പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞു നോക്കി വേഗം അല്ലെ? സിംഗ്, സാങ്, സങ് അല്ലെ? അതേപോലെയാണ് ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിംഗ്, സാങ്, സങ് എന്ന് പറയുന്ന സംഭവം എന്താണ്? അതിന് സിംഗ് ആണ് പ്രസന്റ് എങ്കില് സാങ് ആണ് പാസ്റ്റ് ടെൻസ് വരുന്നത്, സങ് ആണ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത്. ആദ്യത്തെ ആ വെർബുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത തരത്തിലാണ് ബാക്കി രണ്ടുപേരും നിലനിൽക്കുന്നത് അല്ലെ? ഒരു ബന്ധമില്ലാത്ത പോലെ അല്ലെ? ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ ആൾക്കാരെ നോക്കൂ, വാക്ക്, വാക്ക്, വാക്ക് അല്ലെ? രണ്ടുപേരും എന്താണ്? ഇവ തമ്മിൽ എന്താണ്? ഇവരൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് അല്ലെ? വാക്കിന് വാക്കിനെ അറിയാം, വാക്കിനെ അറിയാം അല്ലെ? വീച്ചുവിനെ അങ്ങനെ തന്നെയാണ്, വീച്ചുവിനെ തന്നെയാണ് ആര് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനെയാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? കം. അത് കം വരുമ്പോ കം, കെയും കം തന്നെയല്ലേ വരുള്ളൂ. അപ്പോ ആദ്യത്തെ വെർബുമായിട്ട് പ്രസന്റിലെ വെർബുമായിട്ട് ആർക്ക് ഇതുണ്ട്? കണക്ഷൻ ഉണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളില് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോ അത് റെഗുലർ വെർബ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് എന്നാല് അടുത്തയിലേക്ക് പോകാം. ഗോയോ? ഗോ എന്താണ് ഉദ്ദേശിച്ചത്? ഗോ എന്ന് പറയുന്നത് ഇതാണ്. എഴുതാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പോകുന്നു, പോകുന്നില്ല, പോകുകയാണ്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോയിട്ടുണ്ട്, പോയി. ഒക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? പോകുക അല്ലെ? പോകുന്നു, പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് വേർഡ് ഉപയോഗിക്കുന്നത്? ഗോ. ഓക്കെ, ശരിയാണ്, കറക്റ്റ് ആണ്. ഗോയിങ് അല്ല കേട്ടോ സുസ്മിത, ഗോ കേട്ടോ. സുസമ്മ ഗോയാണ് കേട്ടോ. പോകുന്നു, ഗോ എന്നതാണ് അല്ലെ? ഇനി പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്? നീ ചായ കുടിക്കുന്നോ എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ നമ്മൾ എന്താണ് ചോദിച്ചത്? നോട്ട് ഗോ അല്ല, അതന്നെ ഡോണ്ട് ഗോ അല്ലെ? പിസി ജോർജ് കറക്റ്റ് ആണ് അല്ലെ? എന്താണ്? ഡു നോട്ട് ഗോ അല്ലെ?
അതാണ് ഡോണ്ട് ഗോ അല്ലെ. ഡോണ്ട് ഗോ അല്ലെ, പോകുന്നില്ല. ഈ ഡോണ്ട് ഗോ എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം വരൂലേ? യു ഡോണ്ട് ഗോ എനിവെയർ. പോവരുത്, നീ എവിടെയും പോവരുത്. പോകരുത് അല്ലെ, അങ്ങനെ ഒരു അർത്ഥം വരുന്നുണ്ട് കേട്ടോ ഡോണ്ട് ഗോ. ഇപ്പൊ ഈ ഡു നോട്ട് ഗോ അല്ലെ, ഈ ഡു നോട്ട് ഗോ എനിവെയർ അല്ലെ, അവൻ ഒരു സ്ഥലത്തും പോകുന്നില്ല അല്ലെ. പിന്നെ പോകുകയാണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചേർക്കേണ്ടത്? ഞാൻ പോകുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയും? ഇഷിതാദ് വെന്റ് എന്ന് വെച്ചാൽ പോവുകയാണ് കേട്ടോ. അമർജ്യോതി ഗോയിങ്. ഓക്കെ, എങ്ങനെ ഗോ അല്ലെ, ഗോയിങ് പോകുകയാണ് അല്ലെ. അപ്പൊ ഈ ഗോയിങ്ങിന് ഒരു പ്രത്യേകത എന്താണ്? ഐ വരുമ്പോള് ആം ചേർക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഞാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ ഐ ആം അല്ലെ. അപ്പൊ ഹി ആൻഡ് ഷീ ഒക്കെ വരുമ്പോൾ എന്താ വരുന്നത്? ഈസ് അല്ലെ. ഈസ് ഗോയിങ്, അവൾ പോകുകയാണ്, അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയും പറയാട്ടോ. ഷീസ് ഗോയിങ്. ദേ ആണെങ്കിലോ ദേ യു അല്ലെ. ഒരുപാട് പേരുണ്ടെങ്കിൽ എന്താ ചേർക്കേണ്ടത്? എന്ത് ചേർക്കണം? ആർ ചേർക്കണം. ഇനി പോയി എന്ന് എങ്ങനെ പറയും? ഞാൻ പോയി. സുഷമ കറക്റ്റ്, അമർജ്യോതി കറക്റ്റ്. എന്താ? വെന്റ് അല്ലെ. ഫസ്ന ചുമ കറക്റ്റ് ആണ്, സിൻഡോ സണ്ണി കറക്റ്റ് ആണ്. വെന്റ് അല്ലെ, വെന്റ് പോയി. സിജോ കറക്റ്റ് ആണ്. അപ്പോ വെന്റ് അല്ലെ, റിൻസി കറക്റ്റ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ആക്കുക കേട്ടോ. അപ്പോ വെന്റ് പോയി അല്ലെ. അപ്പോ ഞാൻ പറയാണ് ഞാൻ സ്കൂളിൽ പോകുന്നു എന്നതും ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നതും ഞാൻ സ്കൂളിൽ പോകുകയാണ്, ഞാൻ സ്കൂളിൽ പോയി എന്നതൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അഞ്ജന മനോജെ, അഞ്ജന മനോജെ. ഹലോ മിസ്. പറഞ്ഞോളൂ അഞ്ജന പറഞ്ഞോളൂ അഞ്ജന മനോജ്. ഞാൻ സ്കൂളിൽ ഞാൻ സ്കൂളിൽ പോകുന്നു. ഇപ്പൊ നടക്കണ കാര്യം നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിക്കുന്നു. എങ്ങനെ പറയും? സ്കൂൾ ഐ ആം ഗോയിങ് ടു അല്ല കേട്ടോ, ഐ ആം ഗോയിങ് ടു അല്ല, ഐ ഗോ ടു സ്കൂൾ. ഞാൻ പറഞ്ഞോളാം കേട്ടോ. അഞ്ജന, ഞാൻ ഇപ്പോൾ പഠിക്കുന്നു അല്ലെ. അഞ്ജന ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പഠിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. എങ്ങനെ പറയും? ഗോ ടു പോട്ടെ, ഗോ ടു സ്കൂൾ പോട്ടെ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നെങ്ങനെയാ അഞ്ജന പറയാ? ആരാ? ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. സ്റ്റഡിങ് ആണോ സ്റ്റഡി ആണോ? സ്റ്റഡി. ഐ സ്റ്റഡി ഇംഗ്ലീഷ് അല്ലേ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഓക്കെ അഞ്ജന, വെരി ഗുഡ്. ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നെങ്ങനെ അനൂപ് കുമാറെ പറയും? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. അതെന്നെ പറഞ്ഞോളൂ. ഐ നോട്ട് ഇംഗ്ലീഷ് സ്റ്റഡി. ഇല്ല. അപ്പൊ അവിടെ നമുക്ക് ചേർക്കേണ്ട ഒരു സഹായക്രിയയില്ലേ? ഏതാ? ഐ ഡു നോട്ട്. അതെന്നെ, പറഞ്ഞോളൂ. ഐ ഡു നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഐ ഡു നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല അല്ലെ. ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് എങ്ങനെ എന്നെ പറയാൻ രൂപേ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അത് ഫ്യൂച്ചർ അല്ലേ മിസ്സേ? ഇല്ല, ഞാൻ ഇപ്പൊ പഠിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കില്ലേ നമ്മള്.
ആ ഇല്ലേ അനൂപേ? അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന സംഭവമാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I do study English. അല്ല അനൂപേ, നമ്മളത് പഠിച്ചോണ്ട് ഇപ്പൊ നിക്കണുണ്ടോ അവിടെ? ആ ഇല്ല. അവസാനിക്കുന്നില്ല, പക്ഷെ തുടരണല്ലേ? നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ചേർക്കേണ്ടത്. ഐ വരുമ്പോൾ എന്ത് ചേർക്കണം? ആം എന്നത് ചേർക്കണം അല്ലേ? ആ പിന്നെ ഹിയോ ഷിയോ വരുമ്പോൾ ഈസ് ചേർക്കണമെന്ന് പഠിക്കുക, അത് മനസ്സിൽ വെക്കാം. ഹിയോ ഷിയോ സിംഗുലറോ വരുമ്പോ നമ്മൾ ഈസ് ചേർക്കണം. ഐ വരുമ്പോൾ എപ്പോഴും എന്തായിക്കോളും, ഒരു മാറ്റമില്ല അനുപാടെ ആം ചേർക്കാം. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാം? I am studying English. സ്റ്റഡി ഇംഗ്ലീഷ് അല്ലെ? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് എങ്ങനെ പറയാൻ രൂപേ? പഠിച്ചു. അപ്പൊ നമ്മൾ V2 ചേർക്കണം. സ്റ്റഡിയുടെ V2 ഏതാ? Study. V2 സ്റ്റഡി. Studying. പറഞ്ഞോളൂ, ഓർത്ത് പറഞ്ഞോളൂ. സ്റ്റഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അത് വിട്ടുപോയതാ. ചില സമയത്ത് നമ്മൾ അതിന്റെ കൂടെ ED എന്നത് ചേർക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ പാസേഴ്സ് കിട്ടാറില്ലേ? അപ്പൊ ഒന്നാമത്തെ സ്റ്റഡിയുടെ കൂടെ ED ചേർത്തോക്കെ. I studied. I studied എന്ത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അല്ലെ? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളത് ആയി അല്ലെ? അതേപോലെ തന്നെ റോഷിനി. റോഷിനി റോഷിനി എന്താണ്? അവൾ വന്നു അല്ലെ? അവൾ വരുന്നു. അവൾ വന്നു എന്നല്ല, അവൾ വരുന്നു. എങ്ങനെ പറയും? അവൾ വരുന്നു. അവളാണെന്ന് ഓർക്കണം കേട്ടോ. അവൾ. ഷീ. അപ്പൊ അവൾ. അപ്പൊ ഇവിടെ ഷീ പറഞ്ഞു. ഷീ കം എന്നുള്ളത് ഓൾറെഡി ഓക്കെ എന്നല്ല ഞാൻ പറയുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അവിടെ ഷീ ഇവിടെ കുറച്ചുപേര് എഴുതിപ്പോയെങ്കിലും ഷീസ് കമ്മിങ് അല്ല കേട്ടോ. അവള് വരികയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അവൾ വരുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയണതിന്റെ വേർഡ്സ് ശ്രദ്ധിക്കുക. ഷീ കെയിം അല്ല അല്ലെ, വന്നു എന്നല്ല, വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോ വരും ഷീ കം എന്നാണ് ഇവിടെ ആൻസർ പറഞ്ഞതെങ്കിലും ഇവിടെ ഷീ എന്നത് ആരാണ്? ഷീ എത്ര പേരുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളേ ഉള്ളൂ അല്ലെ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? വെർബിന്റെ കൂടെ എന്ത് ചേർക്കണോന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ് ഓർക്കൂ. സിംഗുലർ ആണെങ്കിൽ എന്ത് ചേർക്കണോന്ന് പറഞ്ഞു? വെർബിന്റെ കൂടെ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണമെന്നാണ് പറഞ്ഞത്? മറന്നോയാ? ഈസാണോ മക്കളെ? ഷീസ് ആണോ മക്കളെ? ഒന്ന് ആലോചിച്ചു നോക്കേ. എന്താണ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് അല്ല കേട്ടോ, ടിസി. എന്താണ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണമെന്നാണ് പറഞ്ഞ സ്റ്റെഫി ടോണി? ഓർക്കണുണ്ടോ? ഹാസ് അല്ല മക്കളെ. സൂസമ്മ ജോർജ്. എന്ത് പറഞ്ഞ? എന്താ മോളെ സ്റ്റെഫി? എസ് ഓർ ES ചേർക്കണമെന്ന് പറഞ്ഞില്ലേ? കറക്റ്റ് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? എന്ത് ചേർത്താ മതി? എസ് ചേർത്താ മതി അല്ലെ? ഓയിൽ അവസാനിക്കോ വൈയിൽ അവസാനിക്കോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ES എന്ന് ചേർക്കാം. മാംഗോസ് ഇതൊക്കെ എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കണില്ലേ? സ്റ്റഡി, സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ ഓർക്കണുണ്ടോ? അതൊക്കെ ഓർക്കണം കേട്ടോ. പഠിപ്പിച്ചെന്നൊക്കെ ഒന്ന് ഓർക്കാം. അപ്പൊ ഷീ കംസ് അല്ലെ? അവൾ വരുന്നു. ഓക്കെ ആയോ? ഓക്കെ ആണോ അത്? ഷീ കംസ് അല്ലെ? അവൾ വരുന്നു അല്ലെ? ഇനി അവൾ വരുന്നില്ല എന്ന് എങ്ങനെയായിരിക്കും നമ്മള് പറയുക? സൂര്യ പിയ, സൂര്യ. അവൾ വരുന്നില്ല എങ്ങനെ പറയും? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന പറഞ്ഞോളൂ. സൂര്യ പറഞ്ഞോളൂ. സൂര്യക്ക് എന്താ മനസ്സിലാവുന്നത്? സൂര്യ ആദ്യം പറയൂ, കേക്കട്ടെ ടീച്ചർ. She don't come.
ഹി ഡോൺ കം. അവിടെയും എന്ത് വരുന്നുണ്ട്? നമ്മള് ഒരേ ഡൂവും ഡസും എപ്പോഴാ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ ആര് ഉപയോഗിക്കുക? ഡസ് ഉപയോഗിക്കുക അല്ലെ. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നിങ്ങൾ ആര് ഉപയോഗിക്കുക? ഡൂവിനെ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ഈ ഷീ എന്ന് പറയുന്ന ആള് ഒരാളല്ലേ, സിംഗുലർ അല്ലേ ഉള്ളൂ അല്ലേ? ആ, സിംഗുലർ ആയതുകൊണ്ട് ഇപ്പൊ നേരത്തെ നമ്മൾ ഐ വന്നത് കൊണ്ടാണ് നമ്മൾ ഡു ചേർത്തത്. അപ്പൊ ഷീ വരുമ്പോൾ എന്ത് ചേർക്കണം? അപ്പൊ ആ ഷീ കം അല്ലെ. ഷീ ഡസിന്റ് കം. അപ്പൊ അവൾ വരുന്നില്ല. ഷീ ഡസിൻ കം അല്ലെ, അവൾ വരുന്നില്ല. ഇനി അവൾ പോകുകയാണ് അല്ലെങ്കിൽ അവൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ നമ്മൾ പറയാ റോഷിനി? അവൾ വരുന്നില്ല. അവൾ വരുന്നില്ല, അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? അവൾ വരികയാണെന്ന് എങ്ങനെ പറയും? അവൾ വരികയാണ്. ഈ ആണ് എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ ആലോചിച്ചോളൂ എന്തുണ്ടാവും? ഈ ആറ് അല്ലെങ്കിൽ ആമക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചോളൂ കേട്ടാ. പറഞ്ഞോളൂ. ഷീസ് കമ്മിങ്. ING ചേർക്കണം. ഷീസ് കമ്മിങ്. അപ്പോ ആണ് എന്ന് അല്ലെ, വരികയാണ് അല്ലെ. അങ്ങനെ പറയുമ്പോ നിങ്ങൾ ആലോചിച്ചോളൂ, അവിടെ ഈസ് ഓർ ആം അല്ലെ. ഈസ്, ആറ്, ആം പ്ലസ് ING ഉണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചോളൂ കേട്ടോ. അതിൽ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അവൾ വരികയാണ്. ഓക്കെ. അവൾ വന്നു എങ്ങനെയാ പറയാ സഫീറ? കറക്റ്റ്. സഫീറ ഹക്കീൽ. ഓക്കെ സൂസമ്മ. ഓക്കെ സിൻഡോ. സൂര്യ. ഓക്കെ. സഫീറ പറഞ്ഞോ. അവൾ വന്നു എന്നെങ്ങനെ പറഞ്ഞു? അവൾ വന്നു. ഷീ കെയിം. വെരി ഗുഡ്. അവൾ വന്നു അല്ലെ. ഇനി നിങ്ങൾ സംസാരിക്കാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരൊന്ന് വന്നേ. രണ്ടുപേര് വരിക. വീഡിയോ ഓൺ ചെയ്താൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് പറ്റിയ എക്സാമ്പിൾസ് ഇപ്പൊ ഈ പറഞ്ഞ രീതിയില് ഏതെങ്കിലും ഇപ്പൊ പോയി വന്നു അത് കഴിഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരൊന്ന് സംസാരിച്ചത്. ഒരാള് മലയാളം പറയാ, ഒരാള് ഇംഗ്ലീഷ് പറയുള്ളൂ. മേഘ, ആർ യു റെഡി ടു? യെസ് ടീച്ചർ. മേഘ റെഡിയാണ്. മറ്റൊരാളോ? ഈ ജസ്റ്റിൻ ജോർജ് ഒക്കെ റെഡിയാണോ? ജസ്റ്റിൻ ജോർജ്. സിൻഡോ സണ്ണിയാണോ അത്? അത് റെഡിയാണെങ്കിൽ രണ്ടുപേരും ഒരു മലയാളം വേർഡ് എടുക്കുക. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയല്ല അത്രയും നല്ലത്. പറ്റുമെങ്കിൽ മാത്രം ഓൺ ചെയ്യുക. നിർബന്ധമില്ല. If you can, you open your video. Can you open your video? ഈ V1 ഫോം അല്ലേ പ്രസന്റ്? അതെ. പ്രസന്റ് വരുന്നത് V1ലാണ് കേട്ടോ. അവൾ വന്നു എന്ന് പറയുമ്പോ ഷീ കം അല്ലേ? ഇല്ല, ഷീ കെയിം ആണ്. അല്ലേ? V2 ഫോം അല്ലേ കെയിം? V2 ഫോം ആണ് കെയിം. എന്തേ? അപ്പൊ V2 പ്രസന്റ് അല്ല, V1 ആണ് പ്രസന്റ്. V2 എങ്ങനെ? V2 പാസ്റ്റ്. V3യോ? V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. പറയൂ മക്കളെ, പറഞ്ഞോളൂ. ആരൊക്കെ? മേഘയും പിന്നെ ആരാ? സിൻഡോ അല്ലേ? Can you open your video? No, ma'am. You can. കേട്ടോ. പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ. ഒരാളൊരു മലയാളം പറയുന്നു, അയാൾ മറ്റേ സിൻഡോയോ
മേഘയോ ആരെങ്കിലും ഇംഗ്ലീഷ് പറയുന്നു ഇത് പറഞ്ഞോളൂ. അവൾ കളിക്കുന്നു. ആ അവൾ കളിക്കുന്നു. She- ഉം, she- is വരോ? ഷീസ് ആവോ ടീച്ചർ? അതില് തെറ്റുണ്ടെങ്കിൽ ഒരാൾ ആരെങ്കിലും സുസ്മിത സിജു ഷീസ് പ്ലേയിങ്. ആ ടീച്ചർ സുസ്മിത mute ചെയ്തു. അവൾ കളിക്കുന്നു അല്ലെ? സുസ്മിത ആ മേഘ ആ ടീച്ചർ മേഘ നിഷിത അല്ലെ? അപ്പൊ എന്താണ് നിഷിത എന്തെങ്കിലും തെറ്റ് മേഘക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടത് നിഷിതയാണ് കേട്ടോ. ഷീസ് പ്ലേയിങ് ആണോ? സിൻഡോൺ നിഷിത അല്ല, നിഷിത ഓക്കെ സിൻഡോൺ ഇപ്പൊ ഉള്ളത്. മേഘ സിൻഡോ കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും മേഘക്ക് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാല് തിരുത്തേണ്ടത് ആരാ? സിൻഡോണ് കേട്ടോ. ഷീസ് പ്ലേയിങ് ആണോ വരാ? അവൾ കളിക്കുന്നു എന്ന് പറയുമ്പോ അല്ല, ഷീ പ്ലേസ്. സിംഗുലർ ആയതുകൊണ്ട് ഷീ പ്ലേസ്. അപ്പൊ മേഘക്ക് മനസ്സിലായില്ലേ ഷീ പ്ലേസ് ആണെന്നുള്ളത്, എന്തുകൊണ്ടാണെന്നുള്ളത് സിൻഡോ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് സിൻഡോ ചോദിച്ചോളൂ. സിൻഡോ മേഘയോട് തന്നെ ചോദിച്ചോളൂ. ചോദിക്കണോട്ടാ, അങ്ങോട്ട് ഇങ്ങനെ മാറ്റി ചോദിക്കണേ, അപ്പോഴാണ് ഇത് മനസ്സിലായെന്നാണ്. ഇപ്പൊ ഓർഡറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടില്ല. ഓക്കെ. അവൾ കളിക്കുകയാണ്. അപ്പോഴാവും ഈ ഷീസ് പ്ലേയിങ് വലുണ്ടാവുക. കളിക്കുകയാണ് എന്ന് പറയുമ്പോ ING അല്ലേ? എന്നോട് ചോദിച്ചു. അവൾ കളിക്കും. കളിക്കലിന്റെ ഇത് മാറ്റിട്ട് വേറെ ഏതെങ്കിലും വേറെ ചോദിച്ചു. അവൾ വായിക്കും എന്ന് പറയുമ്പോ വില്ല് പഠിച്ചില്ലല്ലോ നമ്മള് മേഘ. അവൾ വായിച്ചില്ല എന്ന് പറയാം. അങ്ങനെ പറയാം. അത് വായിച്ചില്ല. അവൾ വായിച്ചില്ല. ഷീ ഡോണ്ട് റീഡ്. അങ്ങനെ വരോ? കറക്റ്റ് ആണോ മേഘ? അതെ. ഷീ ഡോണ്ട് അത് സിംഗുലർ അല്ലേ? ഷീ എന്ന് പറയുമ്പോ സിംഗുലർ ആണ്. അപ്പൊ കറക്റ്റ് ആണല്ലോ. അപ്പൊ എന്ത് വരും? ഡസ് നോട്ട്. ഡോണ്ട് അങ്ങനല്ലേ? ഡസ് നോട്ട്. ഓക്കെ, കറക്റ്റ് ആണ് മേഘ. അപ്പൊ സിൻഡോന് മനസ്സിലായില്ലേ അവിടെ എന്ത് വരണമെന്ന്? അപ്പൊ എന്ത് വരെ ഡസ് വരും കേട്ടോ. ഷീ ആയതുകൊണ്ട് ഡസ് ആക്കണം. അപ്പൊ ഷീ ഡസിന്റെ റീഡ് അല്ലേ? അവള് വായിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? ഇപ്പൊ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചപ്പോ രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്താണ് വേണ്ടതെന്ന്? അപ്പൊ അതങ്ങനെ ഓക്കെ, നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ. ഇനി അടുത്ത ആൾക്കാര് ആരാണ് റെഡി ആയിട്ട് വരുന്നത്? ഇനി അടുത്ത ആൾക്കാരാരാ? അടുത്ത ആൾക്കാരെ ഇനി ഞാനായിട്ട് പേര് സജസ്റ്റ് ചെയ്ത് വിളിക്കണോ നിങ്ങളെ? വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വരും എന്നാണ് എനിക്ക് എന്റെ മനസ്സിലുള്ളത്. മാറി നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുക്കാനുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിച്ചാലാ നമ്മൾക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ബേസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവര് ചോദിക്കണേന് നിങ്ങൾക്ക് ആൻസർ പറയണ്ടേ? അവരൊരിക്കലും മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എന്തിലാ പറയേണ്ടത്? ഇംഗ്ലീഷിൽ തന്നെ ആൻസർ പറയണം. അത് മനസ്സിലാക്കണം. നിങ്ങള് ഫയൽസും കാര്യങ്ങളൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതും അതെല്ലാം നിങ്ങള് ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഇംഗ്ലീഷിലുള്ളതൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ മനസ്സിലാക്കണ്ടേ കുട്ടികളെ? അങ്ങനെയാണ്. ഒരാൾ വരൂ ഇങ്ങോട്ട്. കം ഫോർവേഡ്. സൂസമ്മ റെഡിയാണ്. അടുത്ത ആള് നെക്സ്റ്റ്.
Susama, she is ready to ask questions. Yes, Miss. Ready? Steffi, Tony, are you ready to answer that question, sir? Yes, ma'am. Yes. Susama? Miss, മലയാളത്തിൽ ചോദിക്കട്ടെ? Let you start അവർ- with, in Malayalam. അവർ നീന്തുന്നു. അവർ നീന്തുന്നു. അവർ ആണോ? They അതന്നെ. they are swimming. അവർ ഇനി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് അത് കറക്റ്റ് ചെയ്യും. അവർ നീന്തുന്നു. They swim. സുഷമ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് സ്റ്റെഫിയോട് പറയണേ. ഓക്കെ മിസ്, പറയാം. പറഞ്ഞോളൂ. കേട്ടില്ല മിസ്. സ്റ്റെഫി പറഞ്ഞത് കേട്ടില്ല. They swim. ഓക്കെ, they swim. ചോദിച്ചോളൂ, അടുത്തൊക്കെ ചോദിക്കൂ. Correct ഓർഡർ പറയരുത് കേട്ടോ. ഓർഡറിൽ പറഞ്ഞു ചിലപ്പോ നിങ്ങൾ ആവും. ഓക്കെ മിസ്. അവൾ പാടുന്നു. അവൾ പാടുന്നു. യെസ്. She sings. കേട്ടില്ല. ഷീ Sings. ഹലോ സ്റ്റെഫി. Hello. ഷീ സിങ്സ്. ക്ലിയർ ആയില്ല സ്റ്റെഫി പറഞ്ഞത്. സ്റ്റെഫി സിംഗ് ആണോ സിങ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. സിംഗ് അല്ലേ? സിംഗ് ആണോ? സുസമ്മ ഷീ സിംഗ് സുസമ്മ പറഞ്ഞു. തെറ്റാണ്. പറഞ്ഞു കൊടുക്കൂ. തെറ്റെന്താണെന്ന് സുസമ്മ സ്റ്റെഫിക്ക് പറഞ്ഞു കൊടുക്കൂ. ഷീ സിങ്സ് ആണ് വരിക. ഷീ സിംഗുലർ ആയതുകൊണ്ട്, സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് എസ് ചേർക്കണം. സിംഗിന്റെ കൂടെ എസ് ചേർക്കണം. സിങ്സ്. എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്താണ്? ഞാൻ പറഞ്ഞായിരുന്നു. എസ് പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അത് കേൾക്കണ്ടായില്ല സിങ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ സ്റ്റെഫി. ഇനി സ്റ്റെഫിക്ക് സുസമ്മയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവൻ ചാടുകയാണ്. അവൻ ചാടുകയാണ്. അവൻ റൺസ്. സോറി. ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓടിച്ചിട്ട് പിടിക്കണം. ആരൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. മിസ് ചാടുന്നു എന്നുള്ള വാക്ക് എനിക്ക് കിട്ടുന്നില്ല. എന്താ മിസ്? ജമ്പ്. ഓക്കെ, മറന്നു വിട്ടത്. ഷീ ഈസ് ജമ്പിങ്. ഓക്കെ സ്റ്റെഫി, ശരിയാണെങ്കിൽ ശരിയെന്ന് വിളിക്കണം. ഓക്കെ ശരി. ഓക്കെ. അപ്പോ ഇവര് 4 പേരും പറഞ്ഞപ്പോഴ് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഫസീല കേൾക്കണുണ്ടോ? ഫസീലയൊക്കെ പോയോ ഇവിടുന്ന്? ഇല്ല ടീച്ചറെ, കേൾക്കുന്നുണ്ട്. ഞാൻ ലേറ്റ് ആയി. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ അല്ലേ ഫസീലെ? അപ്പൊ ഫസീലക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പൊ ഫസീല പറയൂ അല്ലേ, ഞാൻ ഇന്ന് ക്ലാസ്സിൽ വന്നില്ല, എങ്ങനെ പറയും?
എങ്ങനെ പറയും എന്റെ ഫസീലെ? ഞാൻ ക്ലാസ്സിൽ വന്നില്ല. റേഞ്ചിന്റെ പ്രശ്നം. ഐ ഡിഡ്ന്റ് കം. ഞാൻ ക്ലാസ്സിൽ വന്നില്ല, വന്നില്ലാന്ന് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ ക്ലാസ്സിൽ വരുന്നില്ല എന്നെങ്ങനെ ഫസീല പറയും? ഹലോ ഫസീല, ഞാൻ ക്ലാസ്സിൽ വരുന്നില്ല. ഫസീല എപ്പോ കേൾക്കണോ? മ്യൂട്ട് ചെയ്തോളൂ ഫസീല, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. ടിസി എങ്ങനെ പറയും? ക്ലാസ്സിൽ വരുന്നില്ല എന്നെങ്ങനെ പറയും? പറയൂ. ഈ ടിസി ജോർജ് തന്നെയാണോ? റിൻസി ടിസി പറഞ്ഞോളൂ. റിൻസി പറഞ്ഞത് കറക്റ്റ് ആണ്. ടിസി പറയട്ടെ ഇനി. ടിസി റിൻസി കേട്ടു. ടിസി പറയൂ. ഹലോ. അവൻ ക്ലാസ്സിൽ വന്നില്ല എന്നല്ലേ പറഞ്ഞേ? അല്ല, ഞാൻ ക്ലാസ്സിൽ വരുന്നില്ല എങ്ങനെ പറയും? I do not go. I does not go to. ആണോ? I do not go to school. Don't go to school. I don't go to school. Okay, very good. വരുന്നില്ല എന്നല്ലേ, പോകുന്നില്ല എന്നല്ലേ, വരുന്നില്ല. I don't come to school. I don't come to school. അല്ലേ? ഞാൻ സ്കൂളിൽ വരുന്നില്ല. വെരി ഗുഡ്. അപ്പൊ ഇനി ഇങ്ങനെ ഓരോ വാക്കുകൾ ഉണ്ടാക്കാൻ എല്ലാവരും തയ്യാറല്ലേ? അല്ലേ അനൂപേ? റെഡിയല്ലേ? അനൂപ് റെഡിയാണ് ഇനിയുള്ള വാക്കുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഇനി അനൂപ് മാർക്കറ്റിൽ പോയി എന്നെങ്ങനെ പറയാ അനൂപേ? I am going to market. വന്ന അനൂപേ, അങ്ങനെയാണ്. അനൂപ് മാർക്കറ്റിൽ പോവുകയാണെന്ന് പറഞ്ഞോ? അനൂപ് മാർക്കറ്റിൽ പോയി എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. I went. അതന്നെ I went to. അതന്നെ പറഞ്ഞോളൂ. I went to market. I went to market അല്ലേ? ഞാൻ മാർക്കറ്റിൽ പോയി അല്ലേ? എപ്പോഴാണ്? ഏത് സമയത്താണ് I am going to market എന്ന് പറയുന്നത്? എപ്പോഴാണ് അനൂപേ? ഫാസ്റ്റ് ആണോ? നമ്മൾ പ്രസന്റിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴാണ് എന്ന് കേൾക്കുമ്പോ തന്നെ അനൂപിന്റെ മനസ്സിൽ ആരൊക്കെ ഓടി വരണം? എല്ലാവരുടെയും മനസ്സിൽ ആരൊക്കെ വരണം? ഈസ്, ആറ്, ആമ് അല്ലേ? ഇവരൊക്കെ ഓടിച്ചിട്ട് പിടിക്കണം അല്ലേ? ഐ വരുമ്പോൾ ആമ് ചേർക്കാൻ പാടുള്ളൂ എന്ന് ഓർക്കുക. ഈസ് വന്നാൽ ഷീയും ഹീയും സിംഗുലർ ഒക്കെ വന്നാൽ നമ്മൾ ഈസിനെ പിടിച്ച് ചേർക്കുക അല്ലേ? പ്ലൂറൽ ആയിട്ടുള്ള ദേ, യു അല്ലേ? അതേപോലെ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആറാണെന്ന് വിചാരിക്കുക. പ്ലസ് ING ഫോം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഞാൻ അല്ലേ? ഞാൻ പോകുകയാണ്, ഞാൻ വരികയാണ്, ഞാൻ പഠിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മേക്ക് ചെയ്യാം, സെന്റൻസ് മേക്ക് ചെയ്യാം കേട്ടോ. അപ്പോ അനൂപ് മാർക്കറ്റിൽ പോവുകയാണെന്ന് എങ്ങനെ പറയും? I am going to market. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ അടുത്ത ക്ലാസ്സിൽ മുതൽ ഇങ്ങനെ പഠിക്കും കേട്ടോ നമ്മൾ സംസാരിച്ച്. ഓക്കെ അല്ലേ? എല്ലാവരും റെഡിയല്ലേ? അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ we will meet again our next class. So, all of you, are you ready to participate
to speak in English. കേട്ടോ? അവർക്ക് ready for this for to speak in English. കേട്ടോ? ഓക്കെ. ഇനി അടുത്ത ക്ലാസ് ഉണ്ട് കേട്ടോ. ആദ്യം ലീവ് ചെയ്ത് പോവല്ലേ. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു.